ഒരു മെയിൻ നടന് രാത്രി ഫുഡ് കൊടുക്കണ പറഞ്ഞിട്ടുണ്ട് പുള്ളി വേസ്റ്റ് ആക്കിയോണ്ട്. എന്തിനാ ഫുഡ് ആവശ്യത്തിന് മാറ്റാൻ പോലെ എന്തിനാ കളയണതിനാ? ഞങ്ങളാ നായകനായിരുന്നു പറയില്ല, അവർ നിർബന്ധിച്ച് ഒരു ഗ്ലാസ് ബീർ കുടിപ്പിച്ചു. എന്നെ കണ്ട് റൂമിലാക്കടാ ഒരു തെറിയും പറഞ്ഞു. ഒരു ഗ്ലാസ് രാവിലെ പൂര വിളിച്ചിട്ട് തെറി. നിന്നോട് പറഞ്ഞല്ലേ വേണ്ടത്. അമ്മ അസോസിയേഷനിലേക്ക് ഒന്ന് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മെമ്പർ ആണോ? അയ്യോ അതൊക്കെ തലവേദന വ്യത്യാസമാണ്. ഇതിനൊക്കെ മേക്കണ്ട. അയ്യോ നമ്മളാ വഴിക്ക് പോവില്ല. എന്നെ സംബന്ധിച്ചു നീ അമ്മയിലെ മെമ്പറല്ലല്ലോ പറഞ്ഞു. അല്ല അതെന്താ എടുക്കത്തത്, കുറേ പടായല്ലോ. എൻ്റെ കൊണ്ട് പിറ്റേന്ന് 25,000 ചെക്ക് എഴുതി വാച്ച് ഫുൾ ബില്ലിച്ചത് പുള്ളി അയച്ചു കൊടുത്ത്. ശരിക്കും അങ്ങനെ മെമ്പർഷിപ്പ് കൊടുത്തത്. ഫസ്റ്റ് ഡേ പുള്ളിയുടെ മുമ്പിൽ ഞാൻ കാലത്ത് തീർത്ത് വലിച്ചു. ഡയറക്ടർ പ്രമോട്ടർ വിളിച്ചിട്ട് ഒന്ന് റൂമിലേക്ക് വരുമോ ചെന്ന്, ഞാൻ ഈ പടം ഒന്ന് തീർത്തോട്ടെ. ഞാൻ പറഞ്ഞു എന്ത് ഞാൻ തീരും, ആരെങ്കിലും അങ്ങനെ മുമ്പിൽ പോയി സേർട്ട് വിളിക്കൂ. പറഞ്ഞു ആ സേർട്ട് വിളിക്കുന്ന ആളാണ്. അതും അങ്ങനെ മുമ്പിൽ തന്നെ അങ്ങനെ ഒരു ചൂടനാളൊക്കെ പറഞ്ഞാൽ വെറുതെയാണ്, പ്രായമായ ഭാഗം മനുഷ്യനാണ്. പക്ഷേ ആ പുള്ളിക്ക് ഇഷ്ടമില്ലാത്തത് ആരാ മുഖത്തേക്ക് പറഞ്ഞിരിക്കും. ഓപ്പള പറഞ്ഞു. മലയാളത്തിൽ മീശ ഇല്ലെങ്കിൽ ഒരുമാതിരി ചോക്ലേറ്റ് ലുക്കാണ്. എൻ്റെ ആരാധികമാർക്കൊക്കെ ഫേസ്ബുക്കിൽ എൻ്റെ മീശ ഭയങ്കര ഇഷ്ടമാണ്. ഈ ആരാധികമാരുടെ മെസ്സേജ് ചേച്ചി കാണാൻ സൂക്ഷിച്ചു. സിനിമ ഫീൽഡിൽ സ്ഥിരമായ ഒരു ശത്രുവോ ഒരു മിത്രമോ ഇല്ല. സൈജു ഇപ്പം തിരക്കായപ്പോൾ ഞാൻ വിളിക്കാറില്ല. നമുക്ക് പ്രശ്നം ബിരിയാണിയില്ലേ, ഓ അതൊക്കെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടിയില്ല, നീ സമയത്തൊക്കെ വരണമായിരുന്നു. ഇപ്പോൾ പുട്ടത് മട്ടൻ വേണ്ടി കൊണ്ടുവന്നു. ഞാൻ പുള്ളി തമാശ പറഞ്ഞു. പുള്ളിക്ക് ആരെയും വിളിച്ചിട്ട് ഉളമ്പി തരുത്. എൻ്റെ ബെഡ്റൂമിൽ തീ വെച്ചിട്ടുണ്ട്, അവിടെ കിടക്കുക, സിനിമ കാണുക, 2 അടിക്കുക, സെറ്റ് കളിക്കുക, സിനിമ കാണുക, സമയത്ത് അവിടെ ഇതിൻ്റെ ഫുഡ് സിനിമ കണ്ട് ഫുഡ് കഴിക്കുക. ലാലാട്ടം പറയുന്ന മാതിരി ഇന്നറിയില്ല, എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ്. വെൽക്കം കിരൺ രാജ്. കിരൺ ചേട്ടാ സ്വാഗതം. നമസ്കാരം. നമസ്കാരം. റീൽ ടു റീലിലേക്ക് സ്വാഗതം. എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് കാണുന്നത്, കുറച്ചധികം ഗ്യാപ്പിന് ശേഷമാണ് കാണുന്നത് അല്ലേ? ഈ ഞാൻ ആ സമയത്ത് കാണുന്ന ഒരു കിരൺ രാജ് ഉണ്ട്. ഒരു സമയത്ത് ക്ലീൻ ഷേവ് ആയിരുന്നു, പിന്നീട് മീശ മാത്രം വയ്ക്കുന്നു. ഞാൻ കാണുമ്പോഴൊക്കെ കൂളിംഗ് ഗ്ലാസ് ഉണ്ട് മിക്ക സമയത്തും. ഞാൻ ഇപ്പോൾ വെക്കാലെന്ന് ആലോചിച്ചതാ കൂളിംഗ് ഗ്ലാസ്. പിന്നെ ഈ ലൈറ്റ് വല്ല പ്രശ്നം വയ്ക്കാത്ത. ഞാൻ എപ്പോൾ കണ്ടു കഴിഞ്ഞാലും കണ്ണിൽ, നമ്മൾ ലൊക്കേഷനിൽ കാണുമ്പോൾ കണ്ണിൽ കൂളിംഗ് ഗ്ലാസ് എപ്പോഴും ഫുൾ ടൈം ഉണ്ടാവും. അന്നത്തെ ഒരു ഗെറ്റപ്പിൽ നിന്നും മൊത്തത്തിലൊരു കാര്യങ്ങൾ മാറിയിരിക്കുന്നു കുറച്ച്. എനിക്ക് തോന്നുന്നു ഓർണമെന്റ്സ് സൈഡിലാണ് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ. അന്ന് ഇത്രയും ഇല്ല, മാലകൾ ഇത്രയും കഴുത്തിൽ ഞാൻ കണ്ടിട്ടില്ല, ഇത് ലോക്കറ്റുകൾ കണ്ടിട്ടില്ല, കയ്യിൽ ഈ ടൈപ്പ് വള കണ്ടിട്ടില്ല. ഒരു സ്വാത്വിക ഭാവത്തിലേക്ക് മാറിയിരിക്കുന്നു. ആക്ച്വലി എന്താ സംഭവം, നമുക്ക് എന്താ പറയുക, പ്രായം തോറും ഭക്തി കൂടുമെന്നാണല്ലോ. എനിക്കധികം പ്രായമൊന്നും ആയിട്ടില്ല, എൻ്റെ മനസ്സിപ്പോഴും 18 വയസ്സ് തന്നെയാണ്. പിന്നെ ഇങ്ങനെ ഓരോ വിശ്വാസങ്ങൾ നമ്മളിങ്ങനെ, ഇതൊന്നുമല്ല, കുറച്ച് ഊരി വെച്ചിരിക്കുക, ഏറെയുണ്ട് നവരത്നം, അത് ഇതൊക്കെ ഊരി വെച്ചിരിക്കുക. ഫസ്റ്റ് പടം മമ്മൂക്കയോടെയാണ്, പിന്നെ ഒരു 20ഓളം സിനിമകളിൽ ചെറുതും വലുതുമായിട്ടുള്ള വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സൗഹൃദങ്ങളൊക്കെ എങ്ങനെയാണ്? അത് ഇപ്പോഴും ചിലപ്പോൾ മമ്മൂക്കയ്ക്ക് ഇത്രയും പടം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഒരു മടിക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത് വിട്ട് നമുക്ക് സംസാരിക്കാം. ഇപ്പം ഒരു പേടി കൊണ്ടുള്ള ബഹുമാനമാണ്. എങ്ങനെയാണ് ആ ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എങ്ങനെയാണ്? അങ്ങനെ ഒരു കുഴപ്പമേ ഇല്ല. ആദ്യമൊക്കെ ഞങ്ങൾ ഒരു ഗ്യാപ്പ് ഇട്ട് നിന്നു. വേറെ ഫസ്റ്റ് ഡേ എനിക്ക് പറ്റിയൊരു അബദ്ധമുണ്ട്, ഞാൻ അത് പറഞ്ഞപ്പോൾ പുള്ളി കേട്ടത് പറഞ്ഞോ കുഴപ്പമില്ല. ഫസ്റ്റ് ഡേ പുള്ളിയുടെ മുമ്പ് ഞാൻ കാലത്ത് തീർത്ത് വലിച്ചു. ലൊക്കേഷൻ എല്ലാവരും നോക്കുന്നുണ്ട്. എനിക്ക് ഈ സിനിമയിലെ പ്രോട്ടോക്കോളൊന്നും അറിയാൻ പാടില്ല. ഫസ്റ്റ് പടത്തിൽ ഫസ്റ്റ് ഡേ അന്ന് ഈ ഷൂട്ടില്ല. എന്നെ കണ്ടുപഠിക്കാൻ വേണ്ടി പ്രമോദൻ്റെ ഫസ്റ്റ് സിനിമയുടെ ഡയറക്ടർ പ്രമോദനും പപ്പേട്ടനും വന്ന് നീ കണ്ടുപഠിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുത്തിയതാണ്. നമുക്കിരിക്കുന്നു. അപ്പോൾ ദുബായിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. കോയമ്പത്തൂർ ഇറങ്ങിയിട്ട് പാലക്കാട് ഷൂട്ട്. കത്തിച്ച് വലിച്ചു. ആൾക്കാർ മൊത്തം ഇവരൊക്കെ എന്താ നോക്കണം, എൻ്റെ ലുക്ക് കെട്ടിയിട്ടായിരിക്കും. കൂളിംഗ് ഗ്ലാസ് പുള്ളിക്ക് ചില ഒരു കുഴപ്പങ്ങളുണ്ടാണ്. മുടിയൊക്കെ കളർ ചെയ്തിട്ട് ആ സീറ്റ് വെച്ചു എന്ന് വെച്ച് ഞാൻ പിന്നെ അവിടെ കയറിയായിരുന്നു. കുറച്ച് ഞാൻ മീശാൻ പോയി. എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഹോട്ടലിലേക്ക് പോയി. രാത്രി ഡയറക്ടർ പ്രമോട്ടർ വിളിച്ചിട്ട് ഒന്ന് റൂമിലേക്ക് വരുമോ ചെന്ന്, ഞാൻ ഈ പടം ഒന്ന് തീർത്തോട്ടെ. ഞാൻ പറഞ്ഞു എന്ത് ഞാൻ തീരും, ആരെങ്കിലും അങ്ങനെ മുമ്പിൽ പോയിട്ട് സേർട്ട് വിളിക്കൂ. പറഞ്ഞു ആ സേർട്ട് വിളിക്കുന്ന ആളാണ്. അതും അങ്ങനെ മുമ്പിൽ തന്നെ. അങ്ങനെ കുറേ കഥകളുണ്ട്. പിന്നെ മമ്മൂക്കിയുടെ സൗഹൃദമാവുന്നത് എങ്ങനെയാണ്? പിന്നെ ഭയങ്കര പുള്ളിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പുള്ളി ഭയങ്കര കൂളാണ്. പുള്ളി വേഗം കോമഡി പറയും. പുള്ളി ഒരു പ്രാവശ്യം എനിക്ക് ബിരിയാണി വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇത് എല്ലാ ലൊക്കേഷനിലും ഞാൻ വേറെ പറഞ്ഞിട്ടുണ്ട്. ഈ എല്ലാ ലൊക്കേഷനിലും ഒരു ദിവസം പുള്ളി മട്ടൻ ബിരിയാണി ഉണ്ടാവും. പുള്ളിനെ വിളമ്പി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അണ്ണൻ തമ്പി ചെയ്യാൻ പോകുമ്പോൾ പൊള്ളാച്ചി ചെന്നപ്പോൾ എനിക്ക് സെക്കൻഡ് ഹാഫിലേ ഞാൻ ഉള്ളൂ. അപ്പം ചെന്ന സമയത്ത്
ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു നമുക്ക് പ്രശ്നം ബിരിയാണി ഇല്ലേ? ഓ അതൊക്കെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടിയില്ല, നീ സമയത്തൊക്കെ വരണമായിരുന്നു. ഞാൻ പറഞ്ഞു എന്നെ വിളിച്ചപ്പോൾ വരാൻ പറ്റുള്ളൂ. ജോർജേ നാളെ ഇവർ മട്ടൻ ബിരിയാണി. ജോർജ് എന്നോട് പറഞ്ഞു പുട്ടത് മട്ടൻ വേണ്ടി കൊണ്ടുവന്നു. ഞാൻ പുള്ളി തമാശ പറഞ്ഞു, പുള്ളിക്ക് ആരെയും വിളിച്ചിട്ട് ഉളമ്പി തരും. അങ്ങനെ ഒരു ചൂടനാളൊക്കെ പറഞ്ഞാൽ വെറുതെയാണ്, പാവ മനുഷ്യനാണ്. പക്ഷേ പുള്ളിക്ക് ഇഷ്ടമില്ലാത്തത് ആരാ മുഖത്തേക്ക് പറഞ്ഞിരിക്കും, ഓപ്പള പറഞ്ഞിരിക്കും. ഉള്ളിൽ വയ്ക്കുന്ന പരിപാടിയേ ഇല്ല. അങ്ങനെയാണല്ലേ. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വീട്ടിൽ വന്ന് കയറിയപ്പോൾ കുറച്ച് ഫോട്ടോസ് കണ്ടു. അതിൽ ഏറ്റവും രസകരമായൊരു ഫോട്ടോ എന്ന് വെച്ചാൽ ലാലേട്ടൻ്റെ 50-ാം പിറന്നാളിന് രാത്രി വെളുപ്പിന് 3 മണിക്ക് ആഘോഷം കഴിഞ്ഞെടുത്തൊരു ഫോട്ടോയാണ്. മാടമ്പിയുടെ ലൊക്കേഷനിലായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു പിറന്നാൾ സെലിബ്രേഷൻ? അല്ലേ ഞാൻ പറഞ്ഞ പുള്ളി ലൊക്കേഷനിലാർക്കും പാർട്ടി നടത്തി. പക്ഷേ ഞങ്ങൾ കുറച്ച് പേര് മാത്രമാണ് പ്രത്യേക സെക്ഷൻ, മീൻസ് വേറെ ഡയറക്ടർ ബി ഉണ്ണീഷ ചേട്ടനാണ് ഡയറക്ടർ, പിന്നെ ഞാൻ ലലേട്ടൻ, പിന്നെ ട്രിവാൻഡ്രം വിജയകുമാർ ആർട്ടിസ്റ്റ് അറിയില്ല, പുള്ളി ഞങ്ങൾ മാത്രം അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ അതൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ വേറെ കാര്യം, ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് മൂവി കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ബ്രേക്കായിരുന്നു. എനിക്ക് വേറെ പടമില്ല, ദുബായി എല്ലാം പോയി. ഞാനത് പറഞ്ഞിട്ടുണ്ട് പലയിടത്തും. അപ്പം എനിക്ക് കം ബാക്ക്, എന്താ പറയുക, തിരിച്ച് വീണ്ടും സിനിമയെ കൊണ്ടുവന്നത് സിദ്ദിഖിക്കയാണ്, നടൻ സിദ്ദിഖിക്ക. പുള്ളിയാണ് ടൈഗറിൽ പുള്ളി. എനിക്ക് നേരത്തെ അറിയാം പുള്ളി, ഞാൻ സിനിമ വരുന്നപ്പോൾ പരിചയമുണ്ട്. എൻ്റെ കസിൻ്റെ, ഞാൻ അവിടെ ഷോപ്പിലൊക്കെ വരുന്നപ്പോൾ പരിചയമുണ്ട്. അപ്പോൾ ഞാൻ കസിൻ്റെ ഷോപ്പിൽ വരുന്നപ്പം ഒരു പണിയില്ല എൻ്റെ നടക്കുക പോയിരുന്നു, അവിടെ വെച്ച് പുള്ളി കണ്ടു. അപ്പം പുള്ളി നീ തിരിച്ച് പോയില്ലേ? ഞാൻ പറഞ്ഞു പോയില്ല. ഈ തസ്ര വീട്ടിലും പുള്ളിയുണ്ട്. അവിടെ വെച്ച് പറഞ്ഞു നമ്മൾ പണ്ട് എനിക്ക് ഞാൻ കോളേജ് പഠിക്കുമ്പോൾ പുള്ളി അറിയാം, പുള്ളി ഫാമിലി ആയിട്ട് അറിയുന്നത്. പറഞ്ഞു പുള്ളിയാണ്. നെക്സ്റ്റ് ഞാൻ അത് കുറേ പറഞ്ഞതാണ്. നെക്സ്റ്റ് എൻ്റെ ചേട്ടനെ വിളിച്ചിട്ട് എന്നോട് വിളിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ വിളിച്ചോൻ പറഞ്ഞു നീ പെട്ടെന്ന് ഒന്ന് ഇവിടെ തേവര വൈറ്റ് വാട്ടേഴ്സ് ഫ്ലാറ്റിലുണ്ട്, അവിടെ അത് പോകണം, അവിടെ ഷാജി കലസ് ഉണ്ട്, പോയി കാണണം, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. പോയി കണ്ടു, അത് ഓക്കെ പറഞ്ഞു. അങ്ങനെയാണ് ടൈഗറിൽ പുള്ളിയുടെ അനിയനായിട്ട് വരുന്നത്, തിരിച്ചു വരുന്നത്. രാജൻ ബി ദേവ് സാറിൻ്റെ ഒക്കെ കൂടെ അത് തന്നെയാണ് വില്ലന്മാരിൽ. അതിലും മുടി തന്നെ ഉണ്ട്, മുടിയുണ്ട്, മുടി 10-15 പടത്തിൽ ഈ മുടിയുണ്ട്. ഈ മുടി വെട്ടുമ്പോൾ ഏത് സിനിമയ്ക്ക് വേണ്ടി, എങ്ങനെയാണ് സിനിമയ്ക്ക് വേണ്ടി വെട്ടിയതാണോ? ആക്ച്വലി ഞാൻ കീർത്തിച്ചക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു, മേജർ രവിചന്ദ്രൻ്റെ ചെയ്തു. അത് കഴിഞ്ഞ് വേറെ പടങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രവിചന്ദ്രൻ രണ്ടാമത്തെ പടം മമ്മൂക്കെ വെച്ചിട്ട് മിഷൻ 90 ഡേയ്സ്, രാജീവ് ഗാന്ധി. അപ്പം ഞാൻ പുള്ളിയെ വിളിച്ചു, രവിചന്ദ്രനെ വിളിച്ചു. എനിക്കൊന്നുമില്ലേ എടാ, നിൻ്റെ മുടി വെച്ച് ഇതിൽ പറ്റിയ വേഷമൊന്നുമില്ലടാ. പുള്ളി ചുമ്മാ പറഞ്ഞാൽ നീ മുടി വെട്ടെങ്കിൽ എനിക്ക് നല്ല വേഷം തരാമെന്ന് പറഞ്ഞു. ഞാൻ വെട്ടാൻ വേണ്ടി ഇരിക്കുക, കാരണം എല്ലാം ടൈപ്പ് വേഷം. ഈ മുടി വെച്ചിട്ട് എന്തായാലും വില്ലൻ ചെയ്യാൻ പറ്റുള്ളൂ. എന്നെ കണ്ട നോർത്ത് ഇന്ത്യൻ ലുക്കും ഉണ്ട്, എനിക്ക് നോർത്ത് ഇന്ത്യൻ ലുക്കും ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വെട്ടാമെന്ന് പറഞ്ഞു. പുള്ളി അത് പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഞാൻ വെട്ടി ഫോട്ടോ അയച്ചു കൊടുത്തു. നീ ഇത് മുടി അയച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ നല്ല വേഷം തരാമെന്ന് പറഞ്ഞ് മുടി വെട്ടി. എടാ നിൻ്റെ ഭയങ്കര ലുക്കായിരുന്നില്ല അത്. നമ്മൾ കുഴപ്പമില്ല, എനിക്ക് നല്ല വേഷം കിട്ടണം ഇനി. അങ്ങനെ അതിൽ CBI ഓഫീസറായിട്ട് വേഷം തന്നു. പക്ഷെ അതൊരു മുടി ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരുന്നല്ലേ മുടി വെട്ടിക്കഴിഞ്ഞപ്പം? അത് ലുക്ക് ഞാൻ പിന്നെ മീശയ്ക്ക് വെക്കാൻ കാരണം മലയാളത്തിൽ മീശ ഇല്ലെങ്കിൽ ഒരുമാതിരി ചോക്ലേറ്റ് ലുക്കാണ്. അപ്പം മലയാളത്തിൽ എൻ്റെ ആരാധികമാർക്കൊക്കെ ഫേസ്ബുക്കിൽ എൻ്റെ മീശ ഭയങ്കര ഇഷ്ടമാണ്. ലാലാട്ടം പറയുന്ന മാതിരി എന്താണെന്നറിയില്ല, എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ആരാധികമാരുടെ മെസ്സേജ് ചേച്ചി കാണാൻ സൂക്ഷിച്ചു. എന്താ അവിടെ വിഷയമില്ല, അങ്ങനെ നോക്കൂല എൻ്റെ ഫോണൊന്നും. ഇല്ലല്ലേ? ഓക്കെ. ഈ അതെന്ത് പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം, പോക്കി കേസാണത്. നടൻ എന്നതിനപ്പുറം ഇപ്പം വേറെ സിനിമ എഴുതുക, സംവിധാനം ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹങ്ങളുണ്ട്? അങ്ങനെ കുറച്ച് പ്ലാൻസ് ഉണ്ടായിരുന്നു. ഞാനൊരു പടം ഡയറക്റ്റ് ചെയ്യാൻ ഇരുന്നതാണ്. അത് പറഞ്ഞ മാതിരി കൊറോണ ചെറിയൊരു എന്താ പറയുക, ഒരു കുരിശായി. അത് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ പ്രൊഡ്യൂസർ എൻ്റെ സുഹൃത്ത് തന്നെ ഗൾഫിലുള്ള ആളാണ്. പുള്ളി ഓക്കെ പറഞ്ഞു. വലിയ സംഭവമൊന്നുമല്ല, ഒരു 5-6 മെയിൻ ക്യാരക്ടേഴ്സുള്ള ഞാൻ തന്നെ ഹീറോ ആയിട്ടുള്ള സംഭവം. അങ്ങനെ ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യാം, സ്ക്രിപ്റ്റ് എൻ്റെയാണ് ഒക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ച സമയത്താണ് പുള്ളി ഓക്കെ പറഞ്ഞത്. പക്ഷേ കൊറോണ കാരണം പുള്ളി പൊട്ടി. അതങ്ങനെ നിൽക്കുന്നുണ്ട്. അത് വേറൊരു കോമഡി ഉണ്ട്, അതിന് ഒരു പേര് ഇട്ടായിരുന്നു, ക്ലാര. ഫീമെയിൽ ഓറിയൻറ്റഡ് സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷെ അതിൻ്റെ കഥ ഏതാണ്ട് അങ്ങനത്തെ സംഭവമാണ്. ഇയാൾ തന്നെയാണ് ഹീറോ തന്നെയാണ്. പക്ഷേ 2 നായികമാർ, അതിൽ ഒരു നായിക അത്രയും ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. പക്ഷേ ഇത് രജിസ്റ്റർ ചെയ്യാൻ ഞാൻ ഈ കഥ പലയിടത്തും പറയുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ കമ്പനി കൂടുന്ന സമയത്തൊക്കെ സിനിമാക്കാരടുത്ത് പറയുമായിരുന്നു. ഈ പേര് വയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ക്ലാരാണ്.
ലാസ്റ്റ് ഞാൻ ഒരാളെ രജിസ്റ്റർ ചെയ്യാൻ വിട്ടു ഈ പേര്, വേറെ ആരോ കൊണ്ടുപോയി. ഇത്രയും വർഷമായി പടം ഇറങ്ങി, 35 വർഷം എന്താകുന്നു തൂവാനത്തുമ്പികൾ. ഇത്രയും വർഷം ആരും രജിസ്റ്റർ ചെയ്യാതെ ഈ ഇപ്പം കൊണ്ട് രജിസ്റ്റർ ചെയ്യും. അറിയുന്ന ആരെല്ലായിരിക്കും ഉറപ്പല്ലേ? ഇനി അതിനെന്തെങ്കിലും സാധ്യതകളുണ്ടോ? അറിയില്ല, ഞാൻ ട്രൈ ചെയ്യും എന്തായാലും. അപ്പോൾ എന്തായാലും പ്രതീക്ഷിക്കാം, നടനല്ലാതെ മറ്റൊരു മേഖലയിൽ പ്രതീക്ഷിക്കാം നമുക്ക്. മേ ബി. ഈ ഒരുപാട് വർഷം ചെറിയ ചെറിയ വേഷങ്ങളിലും വലിയ വലിയ വേഷങ്ങളിലും വില്ലനായിട്ട് ചെയ്ത ബാബുരാജ് ചേട്ടൻ്റെ ഒരു യൂ ടേൺ എടുക്കാന്നൊക്കെ പറയുന്ന പോലെ ഒരു സിനിമയായിരുന്നു സോൾട്ട് ആൻഡ് പേപ്പർ. അദ്ദേഹത്തിൻ്റെ കരിയർ ലൈഫിലൊക്കെ ഒരുപാട് ചേഞ്ച് വരുത്തിയൊരു സിനിമയാണ്. അപ്പം അതിനുശേഷം നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ വില്ലനായിട്ട് സ്ഥിരമായിട്ട് ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ പ്രതീക്ഷയുടെ പുതുനാളെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്കും ഇങ്ങനെ ഒരു സമയത്ത് നമുക്ക് കൊച്ചിൻ ഹനീഫ സാറ്, ജനാർദ്ദനൻ സാറ്, ഇവരൊക്കെ വില്ലനിൽ നിന്നും കോമഡി ആയിട്ട് മാറിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങനെ ഒരു കാലഘട്ടം നമുക്ക് വന്നില്ല. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് വില്ലനിൽ നിന്നും കോമഡി അല്ലെങ്കിൽ നായകൻ സപ്പോർട്ടിൻ്റെ റോളിലേക്ക് ബാബുരാജ് ചേട്ടൻ്റെ ഒരു മാറ്റം വരുന്നത്. അപ്പം അതിനുശേഷം ഒരുപാട് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മളുടെ ഇമേജ് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ ശ്രമിച്ചാൽ മതി എന്നൊരു ചിന്ത നമുക്ക്. ഇപ്പോൾ ചേട്ടൻ അതിനു വേണ്ടി ശ്രമങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ അവസരങ്ങൾ ചോദിക്കുകയോ ശ്രമങ്ങൾ നടത്തുകയോ ചെയ്യാറുണ്ടോ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട്, വെറൈറ്റി വേഷങ്ങൾക്ക് വേണ്ടിയിട്ട്? ഇപ്പം നിങ്ങൾ ഈ ബാബുരാജിൻ്റെ കാര്യം പറഞ്ഞു, അതിന് ഒരു ആഷിഖ് അബു വേണ്ടി വന്നു. പുള്ളി ധൈര്യത്തോടെ, അയാൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഡയറക്ടറിന്, ആഷിഖ് അബുവിന്, ഇയാൾക്ക് ചെയ്യാൻ പറ്റും. ഇത് ചിന്തിക്കേണ്ടത് ഡയറക്ടർമാരാണ്, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതുന്നവർ. അവർ ഇന്ന ആൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇപ്പം എന്തായാലും എന്താ പറയുക, ഞാനിപ്പോൾ 20 വർഷമാകുമ്പോൾ പോണ്, നമ്മൾ ഇത്രയും വർഷത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇത്തിരി സ്പാർക്കെങ്കിലും ഉണ്ടാവണ്ടേ? ഈ സ്പാർക്കിനെ വലുതാക്കേണ്ടത് ഡയറക്ടറാണ്. അപ്പോൾ അതുപോലെ റിസ്ക് എടുക്കാൻ ഒരു ഡയറക്ടർ വേണം, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ വേണം. അത് പ്രൊഡ്യൂസർ സമ്മതിക്കുകയും വേണം കേട്ടോ. ഞാൻ ഇന്നലെ ലാൽ ജോസ് സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, നമ്മളെ ജോജുവിൻ്റെ കഥ പറഞ്ഞ ഇൻ്റർവ്യൂ. ജോജു ചെറിയൊരു വേഷം ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പം പുള്ളിയുടെ കുറേ പടത്തിൽ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. അങ്ങനെ പുള്ളിപ്പുലിയും ആട്ടുംകുട്ടിയിൽ പുള്ളി പറഞ്ഞാണ് അതിന് ജോജു മതി. ജോജു കോമഡി ക്യാരക്ടറാണ്, ചെയ്തു നന്നായിട്ട്. ഇപ്പോൾ അവൻ കത്തി നിൽക്കുന്നു. അതുപോലെ ഡയറക്ടർ തീരുമാനിക്കണം, ഡയറക്ടറിന് കോൺഫിഡൻസ് ഉണ്ടാവണം, ഇന്ന ആൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ കോമഡി ചെയ്തിട്ടുണ്ട്. ഞാൻ അനീഷ് ബാസിൻ്റെ പടം, അതൊരു പടം സെക്കൻഡ്സാണ് അല്ലല്ല, ഞാൻ ഒരു 3 Idiots എന്നൊരു ആസിഫ് അലിയും ബാബുരാജ് ഇഡിയറ്റ്സ് സംഗീത് ശിവൻ സാറിന് തന്നെ. അതിൽ ഞാനൊരു കോമഡി ക്യാരക്ടർ, പക്ഷേ സീരിയസ് കോമഡിയാണല്ലോ, നമ്മൾ ഈ വളിപ്പ് പറയുന്നതല്ല. അങ്ങനെ ഒരു സാധനം അത് ചെയ്തു. പോലീസ് ഓഫീസറാണ്, പക്ഷേ യൂണിഫോം പോലീസ് സ്പെഷ്യൽ ജയിലിൽ ആസിഫ് അലിക്ക് ആ സിനിമയിൽ പേരില്ല. പേര് പറയുന്നില്ല. ഇപ്പം ഈ സിനിമയുടെ സൗഹൃദങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ആരായിരിക്കും പെട്ടെന്നൊരു, ഞാനത് ചോദിക്കാൻ റീസൺ ഞാനിവിടെ ഒരുപാട് ഫോട്ടോസ് ഇങ്ങനെ ഭിത്തിയിലിരിക്കുന്നുണ്ട്. ഫ്രണ്ട്സാണ്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവരെയും പറ്റുമ്പോൾ സംസാരിക്കാറ്. ഞാൻ ആരും വിളിച്ച് ചലഞ്ച് ചെയ്യാറില്ല ഒന്നും. ഞാൻ മെസ്സേജ് അയക്കും പലപ്പോഴൊക്കെ, അവരെന്നെ മീൻസ് അവർ ഫ്രീ ആണെങ്കിൽ തിരിച്ചൊരു മെസ്സേജ് അയക്കും. ചിലരെ വിളിക്കാറുണ്ട്. എൻ്റെ വീട്ടിൽ ഒരുവിധം ആർട്ടിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്, ഇവിടെ വരാത്ത ആർട്ടിസ്റ്റുകൾ കുറവാണ്. മമ്മൂക്ക ലാലേട്ടൻ സുരേഷാണ് വന്നിട്ടില്ല കേട്ടോ, ബാക്കി ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഞാനൊരു ഫംഗ്ഷൻ വെച്ചായിരുന്നു, അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്, അശോക് ഏട്ടൻ, അങ്ങനെ എല്ലാവരും. ഞാൻ ഈ പറയുന്ന ഞാൻ ഒരുപാട് ഈ സിനിമാക്കാരെ ഇൻ്റർവ്യൂ കാണുന്നതാണ്. അതിന് ഒറ്റ വാക്കിൽ മറുപടി പറയാം. സിനിമ ഫീൽഡിൽ സ്ഥിരമായ ഒരു ശത്രുവോ ഒരു മിത്രമോ ഇല്ല. കാരണം എവരിബഡി ഈസ് ബിസി. അപ്പം നമ്മൾ അങ്ങോട്ട് വിളിക്കാനും മടിക്കും, തിരക്കാരി. അവർ ചിലപ്പോൾ അതുപോലെ ചിന്തിക്കും, തിരക്കാരി. കാണുമ്പോൾ ഉള്ള എന്താ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഉള്ള സന്തോഷവും സൗഹൃദവും. നമ്മൾ അടുത്ത് പോകുന്ന അടുത്ത ലൊക്കേഷനിലാണ്, മനസ്സിലായി. അപ്പം നമ്മൾ അവിടെ അവിടെ ഉള്ള ആൾക്കാരുമായിട്ടുള്ളത് സ്ഥായി സിനിമയിൽ ശത്രുവും ഇല്ല മിത്രവും ഇല്ല. കണ്ടിന്യൂസ്ലി സിനിമ ഇല്ലാതെ ഗ്യാപ്പ് വരുന്നൊരു സമയം ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു പക്ഷേ എന്തുകൊണ്ടാണ് ചിന്തിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു സമയം എങ്ങനെയാണ് ചേട്ടനൊരു സ്പെൻഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് വേറെ ആ ഒരു ഗ്യാപ്പ്? ഇപ്പോൾ സിനിമയിൽ ത്രൂ ഔട്ട് നിൽക്കാൻ ചില സമയത്ത് വരുന്ന ഗ്യാപ്പുകൾ, നമ്മൾ സിനിമ കുറയുന്ന അവസരങ്ങളിൽ എന്താണ് വേറെ ചെയ്യുന്നത്? ചേട്ടൻ വായിക്കുകയാണ്, എന്താണ്? എനിക്ക് ഗ്യാപ്പ് വന്നത് കൊറോണ സമയത്ത്, ഒരു 3 വർഷം സിനിമ ഉണ്ടായില്ല. പിന്നെ അടുത്ത് ആ ഗ്യാപ്പിലാണ് ഞാൻ കൂടത്തായി എന്നൊരു സീരിയൽ ഷൂട്ടിങ്ങില്ല, മലയാള സിനിമ കുറേ കാലമായിട്ട് നിർത്തി വെച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പം വെറുതെ സമയത്ത് ഒരു രാവിലെ ഒരാൾ വിളിച്ച് പറഞ്ഞു, ഞാൻ ഫ്ലവേഴ്സിൽ നിന്നാണ് വിളിക്കുന്നത്, ഞങ്ങളൊരു സീരിയൽ ചെയ്യുന്നു, അത് ചേട്ടാ അഭിനയിക്കുമെന്ന് അറിയാൻ വിളിച്ചതാണ്.
സീരിയലാണെങ്കിൽ താല്പര്യമില്ല, മോശമെന്നല്ല പറയുന്നത്, സീരിയൽ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പം ശരി എന്ന് വെച്ചു. കുറച്ച് കഴിയുമ്പോൾ ശ്രീകണ്ഠൻ നായർ വിളിക്കുന്നു, ശ്രീകണ്ഠൻ ചേട്ടൻ. അതെ കിരണേ, അത് സീരിയലല്ലടാ, സിനിമാ പരമ്പര. ഞാൻ ഡയറക്ടർ എടുത്ത് 2 പേരെ മാത്രമേ റെക്കമെൻഡ് ചെയ്തുള്ളൂ. ഒന്ന് നിന്നെയും മുക്തയും. നീ ചെയ്യണം, നിനക്ക് എന്ത് ഫെസിലിറ്റി വേണം, എന്ത് വേണോ, എൻ്റെ ഡിമാൻഡ്. ഞാൻ അത് എഴുതി, പുള്ളി എഴുതിയത്. ഞങ്ങൾ ഫ്ലവേഴ്സ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. എന്തുവേണം പറഞ്ഞോ, സംഭവം ഗംഭീരമായിരിക്കും, എന്തായാലും ചെയ്യുന്നത്. അങ്ങനെയാണ് കൂടത്തായി ചെയ്തത്. ഇപ്പം ഈ സംഭവമായിരുന്നു കേട്ടോ, 6 ക്യാമറയൊക്കെ വെച്ച് അലക്കായിരുന്നു. ഓ, ഒരു ദിവസം ഒരു സീൻ എടുത്താൽ ഭാഗ്യം, അത്രയൊക്കെ ഉള്ളൂ. ഒരു ദിവസം ഒരു സീൻ എടുത്താൽ ഭാഗ്യം. ഈ സീൻ എടുത്തിട്ട് ഇങ്ങനെ കഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഓക്കെ പറഞ്ഞാൽ മാത്രം അല്ലെങ്കിൽ റീഷൂട്ട് ചെയ്യും. അങ്ങനെയാണ്, അത്രയും ക്വാളിറ്റി നോക്കി ചെയ്യാനാണ്. അത്ര ക്വാളിറ്റി പക്ക. ആ സീരിയൽ കണ്ടറിയാൻ പറ്റും എന്താ ക്വാളിറ്റി എന്നറിയോ. പിന്നെ വണ്ടികളെ ബാഗുകളാണ്. എനിക്കൊക്കെ എൻ്റെ ജീപ്പിന് ഫ്രണ്ടിൽ 6 ബുള്ളറ്റിലാണ് ആൾക്കാർ എക്സ്പോർട്ട് പറഞ്ഞത്. ഞാൻ CA ആണ്. അവരെ ഭയങ്കര സെറ്റപ്പ്. ലാസ്റ്റ് അവർ മറ്റേ ഈ ജോളിയുടെ വീട്ടുകാർ കേസ് കൊടുത്ത് നിന്നുപോയി. വീണ്ടും ഇവരെ ഫൈറ്റ് ചെയ്തു, വീണ്ടും തുടങ്ങി, പിന്നെ നിന്നു. പക്ഷെ ഭയങ്കര ബമ്പർ, അപ്പത്തെ നമ്പർ 1 സീരിയലായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് സീരിയൽ ചെയ്ത് തുടങ്ങിയാണ്. അടുത്ത സിനിമകൾ ഇപ്പം ചോദിച്ചത് ഞാൻ പറഞ്ഞ വേറെ ഒന്നുമല്ല, ചോദിച്ചു വന്നത് എന്താ ചെയ്യാമെന്നല്ലേ. ഫ്രീ ടൈമിൽ ചെയ്യുന്നത് കാണാത്ത പടങ്ങളൊക്കെ ഇരുന്ന് വീട്ടിലിരുന്ന് കാണും. ഞാൻ തിയേറ്ററിൽ പോകുന്നത് എനിക്ക് അങ്ങനെ വലിയ ഇതില്ല. മീൻസ് തിയേറ്ററിൽ പോകുന്നത് മോശമൊന്നുമല്ല, പക്ഷേ അത്ര ഇമ്പോർട്ടൻറ്റ് പടങ്ങൾ മാത്രമേ പോയി കാണാറുള്ളൂ. എൻ്റെ മോൻ എനിക്ക് എല്ലാം ഡൗൺലോഡ് ചെയ്ത് തരും. എൻ്റെ ബെഡ്റൂമിൽ TV വെച്ചിട്ടുണ്ട്, അവിടെ കിടക്കുക, സിനിമ കാണുക, 2 അടിക്കുക, സെറ്റ് കളിക്കുക, സിനിമ കാണുക, സമയത്ത് അവിടെ ഇരുന്നിൻ്റെ ഫുഡ്, സിനിമയായിട്ട് ഫുഡ് കഴിക്കുക, മുറിയിൽ തന്നെ സിനിമ കാണാൻ. സിനിമ ചിലപ്പോൾ 5 പടമൊക്കെ ജോലി കാണും, ഒരു ദിവസം 5 പടം കാണും. ഇത് മുമ്പ് സംഭവമുണ്ട്. ഇപ്പം മുമ്പ് ഞാൻ സിനിമ വന്ന ഈ ട്രയർ കഴിഞ്ഞ സമയത്തെ പുറത്തിറങ്ങുമ്പോൾ എനിക്ക് മുടിയില്ല പ്രശ്നമാണ്. അപ്പം ഞാൻ മുടിയൊക്കെ ബാക്കിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് തൊപ്പി വയ്ക്കും. ഞാൻ നേരെ തിരിച്ചറിയോ അന്നേരം പെട്ടെന്ന് ചെറുതായിട്ടൊക്കെ ഈ മുടിയാണ് ശ്രദ്ധിക്കും പെട്ടെന്ന്, മറ്റേ ശ്രദ്ധിക്കില്ല. മനസ്സിലായോ? അന്നൊക്കെ ഇപ്പം ഞാൻ അത്യാവശ്യം കുറച്ച് പടം ചെയ്തുകൊണ്ടേ സമയമാണ്. അപ്പം നേരെ ഞാൻ സരിതാ സവിത സംഗീതയിൽ പോകും. 3 തിയേറ്ററുണ്ട്. നേരെ ഒരു തിയേറ്ററിൽ ന്യൂൺ ഷോ ഉണ്ടാവും, ഒരു പടം. ബാക്കി 3 പടം വേറെ ആയിരിക്കും. അവിടെ പോയിട്ട് അവിടെ മാനേജർ എനിക്ക് പരിചയമുണ്ട്, എൻ്റെ കസിൻ്റെ ഫ്രണ്ട്. പോയി 4 പടത്തിന് ടിക്കറ്റ് എടുക്കും, ബുക്ക് ചെയ്യും. നേരെ ന്യൂൺ ഷോ കഴിഞ്ഞ് നേരെ അപ്പുറത്ത് ഓപ്പോസിറ്റ് ഒരു മലബാർ ബിരിയാണി ഉണ്ട്, അവിടെ ബിരിയാണി കഴിക്കും. തിരിച്ച് വീണ്ടും അടുത്ത പടം കാണും, വൈകുന്നേരം ഇറങ്ങി ചായ കുടിക്കും, അടുത്തൊരു പടം കാണും, സെക്കൻഡ് ഷോ കഴിഞ്ഞ് തിരിച്ചു പോരും. അന്നൊക്കെ ഈ പടം ഇറങ്ങുമ്പോഴേ സിദ്ദിഖിക്കാരനെ വിളിക്കും, എടാ ഏതൊക്കെ പടം കൊള്ളാം. പുള്ളിൻ്റെ അത് ലൊക്കേഷൻ പറഞ്ഞു, മാടമ്പി ലൊക്കേഷനിലാണ് പറഞ്ഞു തോന്നുന്നു. പടം ഇറങ്ങിയിട്ട് ഫസ്റ്റ് ഡേ റിവ്യൂ ഇറങ്ങി ഇപ്പോൾ കിരണിനെ വിളിച്ചാൽ ആ പടക്കാരെ എല്ലാം കണ്ടിട്ടുണ്ടാവും, 7-3 പടക്കം പോയി കാണുന്നതാണ്. അങ്ങനെ സിദ്ദിഖ് പറയുമായിരുന്നു ഒരു സമയത്ത്. അങ്ങനെയാണല്ലേ പുള്ളി. സിദ്ദിഖ് തന്നെ മാടമ്പിയിലും റെക്കമെൻഡ് ചെയ്തത്. വീട്ടിലേക്കുള്ള വഴിയിൽ അജ്മീർ പള്ളിയിൽ പോയതിൻ്റെ ഫോട്ടോ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ അങ്ങനെയുള്ള യാത്രകളിലോ അല്ലെങ്കിൽ ഈ പാർട്ടികളിലോ പെട്ടെന്ന് ഇപ്പോൾ ഒരു പാർട്ടിയെ പറ്റി പറഞ്ഞ ഫസ്റ്റ് ഇൻസിഡന്റ് ഓർമ്മ ഇതായിരിക്കും. അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടോ ഞെട്ടിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ അബദ്ധം പറ്റിയതോ? അബദ്ധം പറ്റി, എനിക്ക് അബദ്ധം പറ്റിയതാണ്. ഞാൻ ത്രൂ ഔട്ട് ചെയ്ത പടം ഞങ്ങളെ നായകനായിരുന്നു പറയില്ല, പടം പറഞ്ഞു ബാക്കപ്പ് പാർട്ടി നടക്കുക. എല്ലാവരും വലിയ ഹോൾ, എല്ലാവർക്കും പരിപാടി, എല്ലാ പരിപാടിയും ഉണ്ട്. അപ്പം കുറേ ഞാൻ തുടങ്ങി. അവിടെ ഞങ്ങളെ സംസാരിച്ചുകൊണ്ടിരിക്കും. നായകൻ്റെ എൻട്രി വന്നു. ഏതാ മനെ നീ അടിക്കുന്നത്? സംസാരം മാറിയാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞ് ഇന്ന് റം അടിക്കാമെന്ന് വിചാരിച്ചു, റം വിത്ത് കോക്ക്. ഞാൻ അങ്ങനെ കഴിക്കാറില്ല, അന്ന് റമ്മർ കണ്ടപ്പോൾ കഴിക്കാൻ തോന്നി. ചേട്ടൻ കഴിക്കില്ലേ? ഞാൻ കഴിച്ചാൽ ശരിയാവില്ല, ഞാൻ ഒരു ബിയർ അടിക്കി. ശരിയാവില്ല, നീ മിണ്ടായിരുന്നു. എനിക്കറിയാൻ പറ്റില്ല, അത് ഞാൻ ബിയർ കഴിച്ചാൽ പോലും കുഴപ്പമില്ല. അവൻ നിർബന്ധിച്ച് ഞാൻ 1 ഗ്ലാസ് ബിയർ കുടിപ്പിച്ചു. പുള്ളി കുടിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് തോളിൽ കേട്ടു, എന്നെ കണ്ട് റൂമിലാക്കടാ അതൊരു തെറിയും പറഞ്ഞു. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ എനിക്ക് പറ്റില്ല. കയ്യിൽ നിന്ന് പോയി, 1 ഗ്ലാസ് ബിയറിൽ കയ്യിൽ നിന്ന് പോയിട്ട്. ഞാൻ പറഞ്ഞു ഒന്നും മിണ്ടണ്ട, നമ്മൾ സംസാരിച്ചു നടന്ന് ലിഫ്റ്റിലേക്ക് പോകുന്നു, തോളി കഴിച്ചാട്ടാ, അങ്ങനെ തോളി കഴിപ്പിച്ചു പിടിച്ചിരുന്നാൽ മതി. ഞാൻ പതുക്കെ കൊണ്ട് നമുക്ക് നടത്തി. 1 ഗ്ലാസ് ബിയറിൽ പൂര വിളിച്ചിട്ട് തെറി. നിന്നോട് പറഞ്ഞല്ലേ വേണ്ടെന്ന്. ഞാൻ ഒരു ടേസ്റ്റ് ചെയ്യാനല്ലേ പറഞ്ഞോളൂ. ക്യാമറ കട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. ഈ
അജ്മീർ പള്ളിയിൽ പൃഥ്വിരാജിന്റെ ഇന്ദ്രിയത്തിന്റെ ഒക്കെ അവരുമായിട്ട് ഇപ്പോഴും ഒരു സൗഹൃദം എനിക്ക് തോന്നുന്നു. എന്നെ ഇന്ദ്രനാണ് നായകൻ എന്ന സിനിമ ലിജോ പല്ലാസിന്റെ ഫസ്റ്റ് പടം നായകനിൽ ഇന്ദ്രനെ റെഫർ ചെയ്തത്. ഇപ്പോഴും ആ സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഇവരാരെങ്കിലും വിളിക്കാറില്ല. മുമ്പൊക്കെ ഇന്ദ്രൻ എന്നെ വിളിക്കുമായിരുന്നു, ഞാൻ വിളിക്കുമായിരുന്നു. പിന്നെ അങ്ങനെ അവൻ ബിസിയാവും. പിന്നെ നമ്മൾ സൈജു കുറിപ്പ് ഇവിടെ വീട്ടിൽ വന്നുകൊണ്ടിരുന്നു, ഫാമിലിയായിട്ട് വന്നുകൊണ്ടിരുന്നു. സൈജു ഇപ്പം തിരക്കായപ്പോൾ ഞാൻ വിളിക്കാറില്ല. കാണുമ്പോൾ സ്നേഹം, വല്ലപ്പോഴും മെസ്സേജ് അയക്കും, അത്രേ ഉള്ളൂ. ഈ നമ്മൾ ഇപ്പം ഈ കരയുന്ന കുട്ടിക്കേ പാടുള്ളൂ എന്ന് നമ്മൾ പണ്ട് തൊട്ടേ കേട്ടിട്ടുണ്ട്. അപ്പം ഇപ്പം ചേട്ടൻ ഒഴുക്കിനൊപ്പം നീന്തുന്നൊരു സ്വഭാവമുള്ള ആളാണ്. എനിക്ക് വരുന്നത് വരും. ശരിക്കും നമ്മൾക്ക് വേണ്ട നമുക്ക് ചോദിച്ചു മേടിക്കുക എന്നുള്ളൊരു ഘടകം കൂടി. അത് ഞാൻ ചാൻസ് ചോദിക്കും. എങ്ങനെയാണെന്നറിയോ, ഇപ്പം ഞാനായിട്ട് നല്ല സൗഹൃദമുള്ള ഒരു ഡയറക്ടർ പടം ചെയ്യാൻ പോകണം, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ പടം ചെയ്യാൻ പോകണം എന്ന് അറിഞ്ഞാൽ ഞാൻ വിളിച്ചു ചോദിക്കും. എന്തായാലും നമ്മളില്ലേ, കഴിഞ്ഞ പടത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ടാവും, ഈ പടം ഞാനില്ലേ, അത് ചോദിക്കാറുണ്ട്. അത്ര ബന്ധമുള്ള ആൾക്കാരായിട്ട്. അല്ലാതെ നമ്മളെ മരിച്ചുപോയ ദീപൻ ചേട്ടൻ ഡയറക്ടർ, ഞങ്ങൾ എന്താ പറയുക, ടൈഗറിൽ പുള്ളി അസോസിയേറ്റ് ആയിരുന്നു, അന്ന് മുതലുള്ള പരിചയമാണ്. ഞങ്ങൾ സ്ഥിരം ഇവിടെ കാണുന്നതാണ്. പുള്ളി ഇവിടെ സ്ഥലം വരുന്നതാണ്, വീട്ടിൽ വരുന്നതാണ്. അപ്പോൾ ഒരു പടം, ഏത് പടം അവരുടെ പുള്ളി ഹീറോ കഴിഞ്ഞ്, ഹീറോയിൽ എന്നെ വിളിച്ചില്ല, ഞാൻ ചോദിച്ചില്ല കേട്ടോ, ഞാൻ ഉണ്ടാകുന്നതും ചോദിച്ചില്ല, എന്നെ വിളിച്ചുമില്ല. പുള്ളി മറന്നു പോകും, കാരണം ആ സമയത്ത് ഇവർ ഭയങ്കര ടെൻഷനും ബഹളവും എന്താ ചെയ്യുമ്പോൾ ആകെ പ്രശ്നമായിരിക്കുമല്ലോ. അപ്പോൾ ഷൂട്ടിങ് തുടങ്ങി, ഞാൻ അറിയുന്നുണ്ട്, ഷൂട്ടിങ് കാര്യമൊക്കെ അറിയുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടെ വീട്ടിൽ ഇരിക്കുമ്പം ബാല എന്നെ വിളിച്ചിട്ട് എവിടെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിൽ. ലൊക്കേഷൻ വാ, ഞങ്ങളുടെ ഗോൾഡ് സൂക്കിലാണ് ഷൂട്ടിങ്, നിങ്ങളുടെ വീട്ടിൽ അടുത്തല്ലേ, ജസ്റ്റ് വന്നിട്ട് പോകും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണോ, ഞാൻ വന്നത് ഞാനില്ലാത്ത പടത്തിൽ ലൊക്കേഷൻ പോകാറില്ല, നിങ്ങൾ വാ എൻ്റെ കാറിലിരിക്കാമെന്ന് പറഞ്ഞു. ശരി, ഞാൻ ചെന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് സംസാരിച്ചൊക്കെ ഇരുന്നു. അപ്പം ബ്രേക്ക് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞാൽ ഞാൻ വീട്ടിൽ പോകണം, ഭക്ഷണം കഴിച്ചിട്ട് പോകാം. ഞാൻ പറഞ്ഞു ഞാനില്ല, ഇനി ഫുഡ് വേണ്ട, ഞാൻ വീട്ടിലെ ഭക്ഷണം വേണ്ട താല്പര്യം. അല്ല ദീപൻ ചേട്ടൻ്റെ കാണണ്ടേന്ന് ചോദിച്ചു. അപ്പം ഞാൻ എന്തായാലും ഹായ് പറഞ്ഞിട്ട് പോകുന്നു. ഞാൻ ചെന്ന് പോയിട്ട് കാര്യങ്ങളൊക്കെ ഉഷാറില്ല എണ്ണ പറഞ്ഞു. നീയാ? ഞാൻ പറഞ്ഞാൽ ബാലെ കാണാൻ വന്നെന്ന് പറഞ്ഞു. ഷൂട്ട് കേട്ടെ, ശരി നീ പോകണോ ഭക്ഷണം കഴിക്കും? ഞാൻ പറഞ്ഞില്ല, ഞാൻ വീട്ടിൽ പോയി വെച്ചോളൂ. പോയി ഞാൻ ഇങ്ങനെ പോന്നു, വീട്ടിൽ വന്നു. വൈകുന്നേരം രാത്രി കോള്, കൺട്രോൾ ചെയ്ത് വിടുക. അതെ നാളെ മുതൽ ഡേറ്റ് ഉണ്ടോ? നമ്മൾ എന്താണ്? അല്ല ദീപൻ്റെ പടത്തിൽ ഒരു വേഷം ഉണ്ടായിരുന്നു. കാരണം പുള്ളി ഓർക്കുന്നില്ല, എന്നെ അപ്പം കണ്ടപ്പോൾ അയ്യോ ഇവനെ വിളിച്ചില്ലല്ലോ എന്ന് ചിന്തിച്ചു. അങ്ങനെയാണ് ഹീറോ ഞാൻ ക്യാരക്ടർ ചെയ്യുന്നത്, മറ്റേ ശ്രീകാന്തിൻ്റെ ഫ്രണ്ടായിട്ട്. ഫാമിലി ആയിട്ട് ഇപ്പം ചേട്ടൻ്റെ സിനിമകൾ കണ്ടിട്ട് ഇപ്പോൾ ചേച്ചി വിമർശിക്കാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ആ സിനിമയിൽ എന്താ കാണിച്ചു വെച്ചേക്കണം, എന്തുവാ അതൊക്കെ എന്തിനാ ചെയ്തത്, അല്ലെങ്കിൽ ഇങ്ങനെയാണോ, അങ്ങനെ വിമർശനങ്ങളും ഒക്കെ വരാറുണ്ടോ? പറഞ്ഞിട്ട് കാര്യമെന്ന് അറിയുന്നത് ഞാൻ തന്നെ വിളിക്കും. എൻ്റെ സൗകര്യം എനിക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ, അതാണ്. മോൻ പറയും അച്ഛാ കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു, സൂപ്പർ, അത് കുറച്ച് നന്നാക്കായിരുന്നു കേട്ടാ. അവൻ സിനിമ പ്രാന്താ, അഭിനയിക്കാൻ നടക്കുക. വെരി ഗുഡ്, സിനിമയിലേക്ക് തന്നെ വരട്ടെ. മോളോ സിനിമകൾ കണ്ടിട്ട്? അവൾ സിനിമ കാണാറുണ്ട്. ഒന്നും കാണാൻ പോകാറില്ല? കുറവാണ്, പോവും. ടി വിയിൽ ഇവിടെ അധികം ഇവിടെ കാണാറ്. തിയേറ്ററിൽ ഇവർ പോകുന്ന വല്ലപ്പോഴേക്കും നല്ല അത്ര ഹിറ്റ് പടം എന്ന് പറഞ്ഞാൽ പോയി കാണാം. ഞാൻ പോവില്ല, അവർ പോകും. ചേട്ടൻ ഇപ്പം നമ്മുടെ അമ്മ അസോസിയേഷനിലേക്ക് ഒന്ന് ആക്റ്റീവായിട്ടുള്ളൊരു മെമ്പറാണോ, എങ്ങനെയാണ്? ഞാൻ 17 വർഷമായിട്ട് അമ്മയിലുണ്ടല്ലോ. ഉണ്ട്. ഈ ഭാരവാഹികളാകുക അല്ലെങ്കിൽ അങ്ങനെ ഇലക്ഷൻ അതിലേക്കൊന്നും? അയ്യോ അതൊക്കെ തലവേദന പ്രയാസമാണ്, ഇതിനൊക്കെ മേക്കണ്ട. അയ്യോ നമ്മളാ വഴിക്ക് പോവില്ല. പിന്നെ ഞാൻ അമ്മയിൽ മെമ്പർഷിപ്പ് എടുത്തത് ഭയങ്കര കോമഡിയാണ്. ഞാൻ മാടമ്പി ചെയ്യുമ്പോൾ ഇങ്ങനെ എൻ്റെ അടുത്ത് സിദ്ദിഖ് ഇരിപ്പുണ്ട്, ഇപ്പം ഇന്നസെൻ്റ് ഇരിപ്പുണ്ട്, ഷോർട്ട് അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളൊന്ന് സംസാരിച്ചപ്പോൾ ഇന്നസെൻ്റ് ചോദിച്ചു നീ അമ്മയിലെ മെമ്പറല്ലല്ലോ? ഞാൻ പറഞ്ഞു അല്ല. അതെന്താ എടുക്കാത്ത? നീ കുറേ പടായല്ലോ, പുള്ളി സൈഡിൽ കുറേ പടായല്ലോ, അതെന്താ എടുക്കാത്ത? ഞാൻ പറഞ്ഞു എന്തോത്തിനെടുത്തിട്ട്? ഇപ്പം ശരിയാക്കാം. ഫോണെടുത്ത് ബാബുവേ ഒറ്റപ്പാലത്തെ അരമന ഹോട്ടലിലേക്ക് ഒരു ഫോം അയച്ചേക്ക് കേട്ടാ. ഫോം അവിടെ കുറേ അയച്ചിട്ട് വേണ്ടെന്ന് എന്നിട്ട് എൻ്റെ കൂടെ പിറ്റേന്ന് 25,000 ചെക്ക് എഴുതി വായിച്ച് ഫുൾ വില്ലിച്ചത് പുള്ളി അയച്ചു കൊടുത്ത്. ശരിക്കും അങ്ങനെ മെമ്പർഷിപ്പ് കൊടുത്തത് ഞാൻ. മെമ്പർഷിപ്പ് ഇങ്ങോട്ട് വന്ന് എടുപ്പിച്ചു സിദ്ദീഖ് അപ്പം എക്സിക്യൂട്ടീവ് മെമ്പറാണ്, അവർ 2 സൈൻ ചെയ്തവർ. എന്നെ പോയി. ഞാൻ വരുമ്പോൾ 5,000 രൂപ ഉണ്ടായിരുന്നു മെമ്പർഷിപ്പ് ഫസ്റ്റ് പടത്ത് വരുമ്പോൾ. ഇത് എടുത്തോ 25,000, ഇപ്പോൾ 1 ലക്ഷം കഴിഞ്ഞു. എനിക്ക് അമ്മയിലുള്ള എല്ലാവരും ചുറ്റുമുണ്ട്, മാടപ്പിക്കാത്ത സിദ്ദിഖൊക്കെ ഉണ്ട്, ഇന്നസെന്റ് സാറുണ്ട്, അവിടെ തന്നെ വെച്ച് പുള്ളി അപ്പം തന്നെ പണി ചെയ്ത് അവർ 2 ഒപ്പിട്ടാ ഇത് ഒന്നും. പക്ഷേ ഇപ്പം അജ്മീർ പോയി പൃഥ്വിരാജിനെ ഇന്ദ്രിയത്തിൻ്റെയും കൂടെ എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഉണ്ട്. അപ്പോൾ യാത്രകളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്, യാത്രകൾ ഒരുപാട് ചെയ്തിട്ടുള്ളതാണോ? ഇപ്പം സിനിമയിലാണെന്നുണ്ടെങ്കിലും അല്ലാതെ ഫ്രണ്ട്സൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും?
ഞാൻ കന്യാകുമാരി മുതൽ കാശ്മീർ യാത്ര ചെയ്തിട്ടുണ്ട് എല്ലാ സ്റ്റേറ്റിലും. ഇനി ആകെ ഉള്ളത് ആസാം, ആ സ്റ്റേറ്റ് മാത്രം പറ്റിയിട്ടില്ല. ഞാൻ ലാലേട്ടൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ട് അവിടെ ഒരു അമ്പലമുണ്ട്, കാംകി എന്നൊരു അമ്പലം. അത് ഒരു അപൂർവ അമ്പലം. പുള്ളി വർഷങ്ങളോളം വെയിറ്റ് ചെയ്തിട്ട് അവിടെ പോയത്. കാരണം പുള്ളി എഴുതിയപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചത്. അവിടെ അങ്ങനെ നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ലെന്ന് പറയണേ. അതെന്താ ദൈവത്തിൻ്റെ വിളി വരണമെന്നൊക്കെ പറയണു, എനിക്കറിയില്ല. അപ്പം ഞാൻ എന്നാ ഒന്ന് പോയിട്ട് കാര്യമുള്ളൂ. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. നേരെ ഡൽഹി ഫ്ലൈറ്റ്, അവിടെ നിന്ന് നേരെ ആസാമിലേക്ക് പോകാമെന്ന് വെച്ച് എല്ലാം ബുക്ക്. പോകാൻ പറ്റില്ല, ഷൂട്ടിംഗ് ഡേറ്റ് മാറി. അപ്പോൾ അതൊരു വിശ്വാസമായി. ഓക്കെ. പിന്നെ ഞാൻ ഔട്ട് ഓഫ് ഇന്ത്യ, ഞാൻ ദുബായിലായിരുന്നു പറഞ്ഞല്ലോ, ദുബായിലായിരുന്നു ബിസിനസ്. പിന്നെ ശ്രീലങ്കയിൽ പോയിട്ടുണ്ട്, പിന്നെ ഇറാൻ, ഓഫ് കോഴ്സ് തായ്ലൻഡ്, പിന്നെ എടുത്തോണ്ട് ആവശ്യമില്ല, പട്ടായ പോയിട്ടുണ്ട്. ഇത്ര രാജ്യങ്ങളിൽ പോയിട്ടുള്ളൂ. ഇന്ത്യ ഓൾ ഓവർ. ഈ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനാണോ അത് വിത്ത് ഫാമിലി അല്ലെങ്കിൽ വിത്ത് ഫ്രണ്ട്സ് ആണോ അതാ കൂടുതലും? അത് ഡിപ്പെൻസ് ഓൺ ദ മൂഡ്. ഞാൻ നിന്ന ഒറ്റ നിപ്പിൽ നേരെ മൂകാംബി വിട്ടളയും. മൂകാംബിയാണ് ഏറ്റവും കൂടുതൽ എത്തിയ സ്ഥലം, മീൻസ് ട്രാവൽ ചെയ്തിട്ടുള്ള സ്ഥലം. നിന്ന് ഇപ്പോൾ ഞാൻ ചില വണ്ടി എടുത്ത് പോക്കളയും. എൻ്റെ വണ്ടി ഇപ്പോൾ ഇല്ല, ഡ്രൈവർ കൊണ്ട് വരിക. ഞാൻ ഒറ്റ പോക്ക് പോകും. ആളിനടിച്ച് ഒറ്റ വിടല്ല രാത്രി. എന്നിട്ട് അവിടെ പോയി കുളിച്ച് സോപ്പറിനായി കുളിച്ചാൽ ഈ വെള്ളം അടിച്ച പാവമൊക്കെ തീരുമല്ലോ. അതിനകത്ത് തൊഴുക. ഒരാഴ്ച അവിടെ ഇരുന്നിട്ടുണ്ട് ഞാൻ. ഒരാഴ്ചക്ക് അവിടെ ഇരിക്കും. മറ്റേ സർവജ്ഞ അങ്ങ് മേളിലല്ല, താഴെ ഇങ്ങനെ ഇരിക്കും.